സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റ് റെക്കോർഡ് വിൽപ്പനയിലേക്ക്. നറുക്കെടുപ്പിന് 6 ദിവസം ബാക്കി നിൽക്കെ വിൽപ്പന 58 ലക്ഷത്തിലേക്ക് കടന്നു. ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാടാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത്. ആരാണ് 25 കോടിയുടെ ഭാഗ്യവാൻ എന്നറിയാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. സംസ്ഥാനത്തൊട്ടാകെ ടിക്കറ്റിന്റെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. നിലവിൽ അച്ചടിച്ച 70 ലക്ഷം ടിക്കറ്റുകളിൽ 58 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ജില്ലാ അടിസ്ഥാനത്തിൽ പാലക്കാടാണ് വിൽപ്പനയിൽ ഇക്കുറിയും മുന്നിൽ. സബ് ഓഫീസുകളിലേതുൾപ്പെടെ 10 ലക്ഷത്തിലധികം ടിക്കറ്റാണ് ജില്ലയിൽ നിന്ന് വിറ്റത്. തിരുവനന്തപുരത്തും തൃശൂരും ടിക്കറ്റ് വിൽപ്പന 7 ലക്ഷം കടന്നു. 9 മുന്നേ മുഴുവൻ ടിക്കറ്റും വിറ്റുതീരാനാണ് സാധ്യത. നല്ല സെയിലാണ്, നല്ല സെയിലാണ്. ഡെയിലി 100-150 ടിക്കറ്റ് ഡെയിലി നമുക്ക് സെയിലാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാ ജില്ലയും അവിടെ ഉണ്ട്. നമുക്ക് ഏജന്റ് ഉണ്ട്, അവർ കൊണ്ടുവരും. നല്ല സെയിലാണ്, നല്ല സെയിലാണ്. 25 കോടി രൂപ ഒന്നാം സമ്മാനം എന്നത് മാത്രമല്ല ഓണം ബമ്പറിന്റെ പ്രത്യേകത. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കാണ്. ഇതുകൂടാതെ മൂന്നാം സമ്മാനം ഓരോ പരമ്പരയിലും 50 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. അതിനിടെ വ്യാജ ലോട്ടറി സജീവമാകുന്നതിനെതിരെ വകുപ്പ് അവബോധ പ്രചരണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പന. പേപ്പർ ലോട്ടറിയായി മാത്രമാണ് വിൽക്കുന്നത്. ഹിന്ദിക്കൊപ്പം തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷയിലും വ്യാജ ലോട്ടറിക്കെതിരെയുള്ള അവബോധ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.